expert Pradeep Chandrasekharan sir ചേരുകയാണ്. Good morning sir. Welcome to the show. Morning Anla, morning viewers. സർ, ആദ്യം യുഎസിലേക്ക് പോയി നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡൗ ജോൺസ് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഹൈ ലെവൽസിൽ ഒരു സൈഡ് വേസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. 42,281.06 എന്ന ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നതും ഏകദേശം 42,200 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ്. ഒപ്പം നാസ്ഡാക്കിലും ശക്തമായിട്ടൊരു ബൈയിങ് ഇൻഡസ്ട്രി ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ കാണാൻ സാധിച്ചിരിക്കുന്നു. അമേരിക്കൻ സൂചികകളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, അമേരിക്കൻ വിപണിയിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. എന്റെ ഒരു മേജർ ടാർഗറ്റ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ നോക്കി വാച്ച് ചെയ്തുകൊണ്ടിരുന്ന 42,400 പോയിന്റ് ആയിരുന്നു. ഇന്നലെ അതിന്റെ വളരെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. സോ അമേരിക്കൻ വിപണിയിൽ ഇനിയിപ്പോ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാനുള്ള ലോ റിസ്ക് അവസരങ്ങൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. സോ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമേരിക്കൻ എസ്പെഷ്യലി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസസ് ഒക്കെ ടൈറ്റൻ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. ബിക്കോസ് 42,400 42,600 ഇസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ. അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 20,000 പോയിന്റ് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന റെസിസ്റ്റൻസ്, ഇന്നലെ ആ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യപ്പെട്ടു. സോ അഗെയിൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 300 മുതൽ 400 പോയിന്റിന്റെ നേട്ടം നാസ്ഡാക്ക് ഇൻഡെക്സിലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും പ്രത്യേകിച്ചും ക്രൂഡിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു നേട്ടത്തിൽ നിന്ന് ഇപ്പോൾ നേരിയ തോതിലൊരു സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം 0.5% ഇടിവിലാണ് WTI ക്രൂഡിന്റെ ഫ്യൂച്ചേഴ്സ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെൻഡിലേക്ക് എത്തുമ്പോഴേക്കും സമാനമായ ലെവലിൽ തന്നെ ഒരു സെൽ ഓഫും കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു 10 ദിവസത്തെ റിക്കവറിക്ക് ശേഷം പോലും ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് WTI ക്രൂഡിന്റെ കേസിൽ 73-74 ദിസ് ഇസ് എ വെരി വെരി മേജർ റെസിസ്റ്റൻസ് ഏരിയ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സോ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $70 ലെവലിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്വർണത്തിലേക്ക് എത്തുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ആണ് ഇന്നത്തെ ഒരു ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ആണ് ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ട്രോയ് ഓൺസ് 2,694.75 എന്നൊരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ ഗോൾഡിന് സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഏകദേശം ആ ഒരു ലെവലിന് വളരെ അടുത്ത് നിന്നുകൊണ്ട് 2,689.15 എന്ന നിലയിലാണ് ഗോൾഡ് ഫ്യൂച്ചേഴ്സിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഏതൊക്കെ ലെവലുകളാണ് പ്രധാനമായിട്ടും താങ്കളുടെ ഫോക്കസിലുള്ളത്? സോ സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ഒരു വീക്ക്നെസ്സും അറ്റ് ദിസ് മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് സ്വർണത്തിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് ഇസ് ദാറ്റ് ജൂലൈ 25 ശേഷം $2,351 ഇതിന്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത്. ജൂലൈ 25 ശേഷം സ്വർണത്തിന്റെ കേസിൽ നമ്മൾ കാര്യമായിട്ട് ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിട്ടില്ല. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കാം. ഈ ഹൈ ലെവൽസിൽ അതിനെ തുടർന്ന് പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ 2,680 ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലോട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞു. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇസ് 2,720. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നലെ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിഫ്റ്റി 50ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 26,011 എന്ന നിലയാണ് 11.05 എന്ന നിലയാണ് പുതിയൊരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. എന്നാൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലെവലിൽ നിന്നും ഏകദേശം ഒരു 70 പോയിന്റ്സിന്റെ ഒരു ഇടിവിലാണ്. അതായത് അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയപ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം US വിപണിയൊക്കെ പോലെ തന്നെ വളരെ അതായത് ഈ ഒരു മൂവ്മെന്റ് ഓൾ ടൈം ഹൈ ലെവലിലേക്ക് ആ ഒരു മൊമെന്റിൽ ഒഴിച്ച് ബാക്കി വളരെ സട്ടിലായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു വിപണി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്തൊക്കെയാണ്? ഏതൊക്കെ ലെവലുകളാണ് പ്രധാനമായിട്ടും താങ്കൾ നിഫ്റ്റി 50യിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, നമുക്ക് നിഫ്റ്റി 50യിൽ ഇന്നലെ ഒരു സെൽ ഓഫ് നടന്നു എന്ന് വിലയിരുത്താൻ സാധിക്കത്തില്ല.
നമുക്ക് കാണാൻ സാധിച്ചത് കാര്യമായിട്ടൊരു മൊമെന്റം ഇല്ലായിരുന്നു. ദാറ്റ് ഈസ് ഒരു സ്ലോ ആയിട്ടുള്ള അപ്വേർഡ് മൂവ്മെന്റ് ആയിരുന്നു. സോ നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, കഴിഞ്ഞ 12 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നിഫ്റ്റി 50യിൽ നേട്ടം കാണാൻ സാധിച്ചു കഴിഞ്ഞു. നാച്ചുറലി പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒത്തിരി ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഒരുങ്ങുന്നുണ്ടാവും. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അഗെയിൻ എസ്പെഷ്യലി ട്രേഡിംഗ് പൊസിഷൻ ആണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ടൈറ്റൻ ചെയ്യണം. സോ ദാറ്റ് മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുന്നുണ്ടെങ്കിൽ വി ആർ ഏബിൾ ടു ബുക്ക് ദ പ്രോഫിറ്റ്. അറ്റ് ദിസ് പോയിന്റ് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി 50 ഓർ മേജർ സ്റ്റോക്സിലൊക്കെ ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈങ് അവസരങ്ങൾ വളരെ വളരെ റെയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. സോ വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി 50യെ പോലെ തന്നെ വളരെ വളരെ സ്ലോ ആയിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റി ബാങ്കിലും കാണാൻ സാധിച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും ഒരു അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയപ്പോഴേക്കും പുതിയൊരു ഓൾ ടൈം ഹൈ നിലവാരമായിട്ടുള്ള 54,247.7 എന്ന നിലവാരം ഉയർന്നിട്ടുണ്ട്. അവിടെ നിന്ന് ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഏകദേശം 0.25% ഇടിവിൽ 53,968.6 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിൽ താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് അഗൈൻ നമ്മൾ നിഫ്റ്റി 50യിൽ കണ്ടതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ചയായിട്ട് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും ഒത്തിരി നേട്ടം നൽകിയിരിക്കുന്നത്. നാച്ചുറലി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് സമയം വന്നുകൊണ്ടേയിരിക്കുന്നു. സോ വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. ഇതിൽ എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയാനുള്ളത് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് HDFC ബാങ്ക്. HDFC ബാങ്കിന് ഒത്തിരി ആഴ്ചകളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ 1680 ആയിരുന്നു. ഇന്നലത്തെ വ്യാപാരത്തിൽ 1780 വരെ എത്തിയിരുന്നു. അതായത് ഒരു ചുരുക്കം 5-8 സെഷൻസിൽ തന്നെ നമുക്ക് 100 രൂപയുടെ നേട്ടമാണ് HDFC ബാങ്ക് നൽകിയിരിക്കുന്നത്. HDFC ബാങ്കിന്റെ നിലവിലുള്ള ഓൾ ടൈം ഹൈ 1794. ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. So we got to again tighten the stop losses, especially നമ്മൾ ട്രേഡിംഗ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ. ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് ഡേയിൽ ഏറ്റവും ഒരു സ്റ്റാർ പെർഫോമിംഗ് സെഗ്മെന്റ് ആയി മാറുന്നത് മെറ്റൽ സൂചിക തന്നെയാണ്. പ്രത്യേകിച്ചും ആഗോള തലത്തിൽ നിന്നുള്ള അനുകൂലമായിട്ടുള്ളൊരു ക്യൂസ് തന്നെയാണ് അതിന് കാരണമെന്നും പൊതുവെ വിലയിരുത്തലുണ്ട്. ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ നിഫ്റ്റി മെറ്റൽ സൂചികയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു സൂചികയിൽ ഏതെങ്കിലും ഫോക്കസ്ഡുള്ള ഓഹരികളുണ്ടോ? ബേസിക്കലി നമ്മൾ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് എടുക്കുമ്പോഴേക്കും നമ്മൾ ആദ്യം തന്നെ ഓർത്തിരിക്കേണ്ടത്, മെറ്റൽസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഇൻഡസ്ട്രി തന്നെ ഇറ്റ്സ് എ സൈക്ലിക്കൽ ഇൻഡസ്ട്രി. ബട്ട് അനിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആ ഒരു സെക്ടറിൽ ഒരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഓൾറെഡി ഈ ഒരു മെറ്റൽ സെക്ടറിൽ ഒരേ ഒരു പൊസിഷനേ ഉള്ളൂ, ഇറ്റ് ഇസ് ഹിന്ദുസ്ഥാൻ കോപ്പർ. സോ ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കേസിൽ കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 350 രൂപയല്ല. ടാറ്റ സ്റ്റീലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ടാറ്റ സ്റ്റീൽ ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു. ബട്ട് ഇന്നലെ ശക്തമായിട്ടായിരുന്നു നമുക്കൊരു ക്ലോസ് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു റിവേഴ്സൽ വന്നിട്ടുണ്ട്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. ടാറ്റ സ്റ്റീലിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 170 രൂപയിലായിരിക്കും. JSW സ്റ്റീലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ JSW സ്റ്റീൽ ഇന്നലെ ഒരു പുതിയൊരു ഹൈ ലെവലിലോട്ട് എത്തിയതിനു ശേഷം നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. അതുകൊണ്ട് തന്നെ JSW സ്റ്റീലിന്റെ കേസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് 143 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ടാറ്റ എലക്സിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.11% ഒരു നേട്ടം രേഖപ്പെടുത്താനായിട്ട് ടാറ്റ എലക്സിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 27 വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് ഏകദേശം ഒരു 2 ആഴ്ചയിലധികമായിട്ടൊരു സെൽ ഓഫ് അല്ലെങ്കിൽ കറക്ഷനാണ് നമുക്ക് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ടാറ്റ എലക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ടാറ്റ എലക്സിയിൽ അനില പറഞ്ഞതുപോലെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടന്നു കഴിഞ്ഞു. ആൻഡ് ടാറ്റ എലക്സിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും നമുക്കൊരു കൺസോൾട്ടേഷനെ കാണാൻ സാധിക്കുന്നത്. സോ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ വ്യാപാരത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസുകൾ 820 രൂപ,
ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു നല്ല മൂവ്മെന്റ് കിട്ടാൻ ഹൈ പ്രോബബിലിറ്റി കാണുന്നുണ്ട്. യെസ്, ഒപ്പം തന്നെ ടാറ്റ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു 0.5% ഒരു നേട്ടം രേഖപ്പെടുത്താൻ ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഓഗസ്റ്റ് 28 ശേഷം ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ടാറ്റ ഇൻവെസ്റ്റ്മെന്റിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ടാറ്റ ഇൻവെസ്റ്റ്മെന്റിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നിലവിൽ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്ന 7200 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 400 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. യെസ്, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായി രാജു എന്ന പ്രേക്ഷകൻ ടാറ്റ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ ടെക്നോളജീസിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം ടേക്ക് എന്താണ്? ടാറ്റ ടെക്നോളജി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു അല്പം മൊമെന്റം ലോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടാറ്റ ടെക്നോളജിയിൽ ആ മൊമെന്റം തിരിച്ചു പിടിക്കണമെങ്കിൽ 1140 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. എങ്കിൽ മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1020 രൂപയിലായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. യെസ്, മറ്റൊരു പ്രേക്ഷകൻ മൈസൂർ പെട്രോളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. മൈസൂർ പെട്രോൾ താങ്കളുടെ വ്യൂ എന്താണ്? സോ മൈസൂർ പെട്രോൾ അഗെയിൻ BSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം മറക്കരുത്. ബട്ട് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. ലിക്വിഡിറ്റി വളരെ കുറവാന്നുള്ള ഒരു കാര്യം ഓർക്കുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 218 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. യെസ്, മറ്റൊരു പ്രേക്ഷകൻ ABB ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജോയി എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 1.5% നേട്ടത്തിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിരുന്നത്. ABB ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ABB ഇന്ത്യ, സീമെൻസ്, കമിൻസ് ഇന്ത്യ മുതലായ സ്റ്റോക്സ് ഒക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്ന വാല്യൂ സ്റ്റോക്സ് ഇതൊക്കെ. ആൻഡ് കഴിഞ്ഞ ഒരു 1-1.5 മാസം നീണ്ടു നിന്ന ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ 2 സെഷൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമുക്കൊരു 8000 രൂപയ്ക്ക് അടുത്ത് ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാം. ഇതിന്റെ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് കാണുന്നത് ആദ്യത്തെ 8400, അതിനെ തുടർന്ന് 8800 രൂപയിൽ. മറ്റൊരു പ്രേക്ഷകൻ L&Tയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. L&Tയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ലാർസൻ ആൻഡ് ടൂബ്രോ ജൂൺ മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നമുക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. 3940 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് ശക്തമായിട്ട് ഒരു ഷോർട്ട് ടേം അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. യെസ്, മറ്റൊരു പ്രേക്ഷകൻ IRFCയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജോസ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. IRFCയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? IRFC നമുക്ക് ജൂലൈ മാസത്തിലായിരുന്നു ഓൾ ടൈം ഹൈ നൽകിയത്. അൺഫോർച്ചുനേറ്റ്ലി അതിനെ തുടർന്ന് ഒരു ശക്തമായിട്ടൊരു കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ആദ്യമായിട്ട് ഇതിന്റെ ഒരു റെസിസ്റ്റൻസ് 170 രൂപയിൽ കാണുന്നു. അതിനെ തുടർന്ന് 182. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് ശക്തമായിട്ടൊരു മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. മറ്റൊരു പ്രേക്ഷകൻ ജിയോ ഫിനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വിൽസൺ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ജിയോഫിൻ കഴിഞ്ഞ ദിവസം 0.5%-0.5%-ലധികം ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. ഈ ഒരു ഓഹരിയുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട്. സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു ഷോർട്ട് ടേം മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ 363 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രം ഒരു പുതിയ ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. മധു എന്ന പ്രേക്ഷക M&Mമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. മഹീന്ദ്രയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് മഹീന്ദ്രയിൽ വളരെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി നേട്ടം നൽകി ഇന്നലെ ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവലിൽ ക്ലോസ് ചെയ്ത ഒരു സ്റ്റോക്ക് M&M. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല.
അബ്ദുൾ എന്ന പ്രേക്ഷകൻ SBIയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.5% അടുത്തൊരു ഇടിവിലായിരുന്നു SBI ക്ലോസ് ചെയ്തിരിക്കുന്നത് 797.9 എന്ന നിലയിൽ. SBIയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? SBI കഴിഞ്ഞ ഒരു 2-2.5 മാസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ കറക്ഷൻ മോഡിലോട്ട് പോയിരിക്കുന്നത്. ആൻഡ് ഈ സ്റ്റോക്ക് 760 രൂപയിൽ ഒരു ശക്തമായിട്ടൊരു സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഫോം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അറ്റ് ദിസ് മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. ഈ ഷോർട്ട് ടേമിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 822 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ കല്യാൺ ജുവലേഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 0.3% ഒരു നേട്ടത്തിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്യാൺ ജുവലേഴ്സിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കല്യാൺ ജുവലേഴ്സിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ വളരെ ബുള്ളിഷ് ആയി തുടരുന്നു. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ 710 രൂപയിൽ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് 800, അതിനെ തുടർന്ന് 820, 840. മറ്റൊരു പ്രേക്ഷകൻ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അലിമോൻ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2.5% ഒരു നേട്ടം രേഖപ്പെടുത്താൻ BHELന് സാധിച്ചിട്ടുണ്ടായിരുന്നു. BHELലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ BHELന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും അൺഫോർച്ചുനേറ്റ്ലി ബെയറിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ജൂലൈ മാസത്തിന് ശേഷം വലിയൊരു കറക്ഷനാണ് കാണാനിടയായത്. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ദർസ് എ സ്ട്രോങ് പോസിബിലിറ്റി നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെന്ന്. ബട്ട് നമ്മൾ 2-3 ട്രേഡിംഗ് സെഷൻസും കൂടെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 300 രൂപയിലാണ്. ദീപു എന്ന പ്രേക്ഷകൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 127.38 എന്ന നിലയാണ് ക്ലോസ് ചെയ്ത നിലവാരം. യൂണിയൻ ബാങ്കിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ യൂണിയൻ ബാങ്ക് ജൂൺ മാസത്തിൽ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം വലിയൊരു സെൽ ഓഫ് ഫേസ് ചെയ്ത ഒരു സ്റ്റോക്ക് ആയിരുന്നു യൂണിയൻ ബാങ്ക്. ബട്ട് ഈ സ്റ്റോക്ക് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന അറൌണ്ട് 115 രൂപ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ ഇതിലൊരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കണ്ട ഒരു റിക്കവറിയെ തുടർന്ന് ആയിരിക്കാം. നമ്മൾ ഒരു ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി വാച്ച് ചെയ്യുകയാണെങ്കിൽ 130ന്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 130ന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി വിൽ സി എ ട്രെൻഡ് റിവേഴ്സൽ. ഡാനിയൽ ജോൺ എന്ന പ്രേക്ഷകൻ ഗാബ്രിയൽ ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. 527 എന്ന നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗാബ്രിയൽ ഇന്ത്യയുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗാബ്രിയൽ ഇന്ത്യ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഗബ്രിയലിന്റെ കേസിൽ 565 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്കിൽ നമുക്കൊരു അപ്വേർഡ് മൊമെന്റം കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 495 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്നിലധികം പ്രേക്ഷകർ IEXുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IEXനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഇന്നലെ ഓഹരി 11.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ IEXന്റെ കേസിൽ ഇറ്റ്സ് എ നൈസ് ക്ലാസിക്കൽ എക്സാമ്പിൾ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജൂൺ 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ദിവസം എൻ്റെ ലോവസ്റ്റ് ലെവൽ 134 രൂപയായിരുന്നു. ആൻഡ് അതിനുശേഷം കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല. ഇന്നലത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും ഈ ഒരു സ്റ്റോക്ക് നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയ 244 രൂപയിലായിരുന്നു. അതിനുശേഷമായിരുന്നു ഈ സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫ് നടന്നത്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷനിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ഇറ്റ്. ദിസ് ഇസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നല്ലൊരു ക്ലാസിക് എക്സാമ്പിൾ എന്തുകൊണ്ട് ഒത്തിരി മുന്നേറിയ സ്റ്റോക്സിലൊക്കെ നമ്മൾ ടൈറ്റ് സ്റ്റോപ്പ് ലോസസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഇത്തരം സ്റ്റോക്സിൽ ഒത്തിരി നേട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ആ സമയത്തായിരിക്കും വലിയൊരു റിയാക്ഷൻ കറക്ഷൻ നടക്കാൻ പോകുന്നത്.
മറ്റൊരു പ്രേക്ഷകൻ ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ദിവസം 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ ടാറ്റ മോട്ടോഴ്സ് അൺലൈക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നമുക്ക് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളിൽ ഒരു റിക്കവറി, ഒരു ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കാത്ത ഒരു സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിന് 940 രൂപയിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 940 നമ്മുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1065 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ CE ഇൻഫോസിസ്റ്റംസ് ലിമിറ്റഡ് അഥവാ മാപ്മൈ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നിബു തോമസ് എന്ന പ്രേക്ഷകനായിരുന്നു ചോദിച്ചത്. ഇന്നലെ ഓഹരി 1% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? മാപ്മൈ ഇന്ത്യ ജൂൺ മാസത്തിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് മാപ്മൈ ഇന്ത്യ. അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 2200 രൂപ ആൻഡ് നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1960 രൂപയിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ എക്സിക്യോം ടെലിസിസ്റ്റംസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 2% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. എക്സിക്യോം ടെലിസിസ്റ്റംസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ എക്സിക്കോം കഴിഞ്ഞ മാർച്ച് മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചു. 530 രൂപ വരെ മറ്റോ നമുക്ക് നേട്ടം നൽകിയതിനു ശേഷം കഴിഞ്ഞ 2-3 മാസമായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അറ്റ് ദിസ് മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഒരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ജിതിൻ എന്ന പ്രേക്ഷകൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2% നേട്ടം രേഖപ്പെടുത്താൻ ഓഹരിക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു. BEL താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ നമ്മൾ ഇന്നത്തെ ഫോർത്തില് നേരത്തെ BHEL കുറിച്ച് സംസാരിച്ചിരുന്നു. BHEL, BEL, BEML മുതലായ ഡിഫൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റോക്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കറക്ഷൻ മോഡിലാണ്. സോ ഈ ഒരു സ്റ്റോക്കിലൊക്കെ തന്നെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 305 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ദിലീപ് ബിൽക്കോണുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ദിലീപ് ബിൽക്കോൺ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ആൻഡ് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് പോയിട്ടുണ്ട്. ഇതിന്റെ ഒരു ബേസ് കാണാൻ സാധിക്കുന്നത് 515-ലും ഇതിന്റെ ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 582-ലും. ഈ ഒരു സ്റ്റോക്ക് മിഡ് ക്യാപ് കാര്യമായിട്ട് ലിക്വിഡിറ്റി ഇല്ല. ആൻഡ് പേഴ്സണലി ഞാൻ ഇത്തരം സ്റ്റോക്സിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കത്തില്ല. സർ, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്.